ഇപ്രാവശ്യം സൈമറിലാണ് കേട്ടോ പൊന്നിൻ്റെ പ്രഗ്നൻസി കാണിക്കുന്നത് അല്ലേ. ഡെലിവറി കാര്യങ്ങളൊക്കെ സൈമറിലായിരിക്കും. നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല. നമ്മൾ അന്ന് സൈമറിനെ പറ്റിയിട്ട് അധികം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് സൈമർ പൊന്നിനെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ സൈമർ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നമ്മൾ അറിയണത് തന്നെ. പിന്നെ അപ്പോൾ സൈമറിൽ കാണിക്കാൻ വന്നിക്കാണ്. ദേ കുടിക്ക്. ദേ 3 അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എൻ്റെ പ്രഗ്നൻസിയിൽ കുടിക്കാൻ മാത്രം ഡെലിവറി സമയത്താണ് എൻ്റെ കൂടെ വരാൻ ആളില്ല കഴിഞ്ഞത്. കുഞ്ഞിനാണ് വന്നത്. എൻ്റെ പൊന്നൂനി കുഞ്ഞിനെയും ഗർഭിണിയാക്കുമ്പോൾ എൻ്റെ കൂടെ അന്വേട്ടനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നില്ല. അത് ചേച്ചി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അതൊരു സന്തോഷം. നമ്മൾ ഒറ്റയ്ക്ക് പോയി കാണിക്കണേക്കാളും ഒരു സന്തോഷമാണ് നമ്മുടെ അമ്മമാരുടെ കൂടെ പോയി. എനിക്കിപ്പോൾ വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞിൻ്റെ കൂടെ വരുമ്പോൾ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടി ഇല്ല കാര്യമായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടി ഇതെല്ലാം പ്രഗ്നൻസി ഡോക്ടറെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കും അടുത്തേക്കാണ് രണ്ടാൾക്ക് കൊടുങ്ങല്ലൂരിൽ ഇങ്ങോട്ട് വരികയാണെങ്കിലും നമുക്ക് വരികയാണെങ്കിലും ഒരേ കിലോമീറ്റർ ഒരേ ദൂരം കേട്ടോ. സൈമറിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്ററുള്ള ഉള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യനും പിന്നെ ഡെലിവറി കേസും അങ്ങനെ പിന്നെ പെണ്ണുങ്ങളുടെ അസുഖങ്ങളെ സംബന്ധിച്ചത് യൂട്രസ് കാരണം അങ്ങനെയുള്ള സംബന്ധിച്ചിട്ടുള്ള ചികിത്സകളാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇട്ടേക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ കാർട്ടൂൺ കാണിക്കാൻ 1-2 പ്രാവശ്യം സൈമറിലേക്ക് വന്നിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കഴുത്തിൽ കുറേ നാളത്തെ ഒരു ആഗ്രഹം എന്നിട്ട് അപ്പോൾ പൊന്നിൻ്റെ പോലത്തെ കുഞ്ഞിൻ്റെ പോലത്തെ ഒരു കരിമണിമാല വേണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും എന്നോട് പറയും ഒരു ലോട്ടറി അടിച്ചേക്ക് ഇങ്ങനെ മേടിച്ചാന്നുള്ളത്. അപ്പോൾ ലോട്ടറി അടിക്കുന്നത് കാണാണ്ടായപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നാട്ടിത് നമ്മൾ അന്ന് ഓർണമെൻറ്റ്സ് സെയിലിൽ മേടിച്ചതിലുണ്ടായിരുന്നു. അതിൽ 2-3 ബാക്കി ഉണ്ടായിരുന്നിട്ടോ. അതെടുത്ത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടാ ഭംഗിയുണ്ടല്ലേ കഴുത്തിലേക്ക്. എനിക്ക് ഭയങ്കര ഇപ്പോഴത്തെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ മക്കൾ ചെയ്യണത് നോക്കിയിരിക്കണം, അതുപോലെ ചെയ്യാന്ന് പറയും. അങ്ങനെ പറയണവരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ സ്വർണ്ണം എടുക്കാൻ എന്തെങ്കിലും കാര്യത്തിനൊക്കെ റോയലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ റോയലിൻ്റെ ഒരു സൈഡിൽ ഇരിക്കണതാണ് ഇങ്ങനത്തെ. അപ്പോൾ നമ്മൾ ഹിന്ദി അവരാണല്ലോ കൂടുതൽ, ഹിന്ദിക്കാരാണല്ലോ കൂടുതൽ, നോർത്ത് ഇന്ത്യൻസാണല്ലോ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊന്നിനോട് അതറിയും പൊന്നു എല്ലാം കഴിഞ്ഞ് പൊന്നു ഇങ്ങനത്തെ ഒരു മാല മേടിച്ചിട്ടോട്ടെ. എനിക്കൊരു ആഗ്രഹം ചെയ്തിരിക്കുന്നത് പൊന്നൂര് നമ്മുടെ ചേച്ചി ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോൾ പൊന്നൂരായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞാനും മാല എടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ കുഞ്ഞാനും കരിമ്പിളിമാരും ഇങ്ങനത്തെ ചേച്ചിയുടെ പോലത്തെ എടുത്തോട്ടാ കുഞ്ഞാനും. അപ്പോൾ എനിക്ക് കുറേ വർഷം ഇന്നലത്തെ ഒന്നല്ല ഒരുപാട് വർഷം മുന്നേ ഇവരൊക്കെ കഴിച്ചിട്ടുണ്ടേക്കാൾ മുന്നേ ഒരു ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ സ്വർണ്ണം എടുക്കാൻ പോകാനുള്ള ഒരു ഭാഗ്യമോ അങ്ങനെ ഒരുപാട് സ്വർണ്ണം എടുക്കാൻ പറ്റുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടാതെ നമ്മൾ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പക്ഷേ ഇത് സ്വർണ്ണമില്ല. പക്ഷെ അതുപോലെ കേട്ടോ കറക്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ ഒരു നല്ല ഭയങ്കര. അങ്ങനെ ഞാൻ പൊന്നിനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞാൻ ഹൈലൈറ്റ് വേണ്ട പോയിട്ടാണ് പൊന്നിൻ്റെ കുണുക്കിനെ ഉണക്കിക്ക് ഒരു വിഷുക്കോടി എടുക്കാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. കാർത്തൂനൊക്കെ അവർക്കൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ രാത്രി 10-11 മണി വീടെത്തുമ്പോട്ടെ അങ്ങനെ പൊന്നിനോട് കുഞ്ഞിനോട് പറഞ്ഞു വിഷുക്കണി നിങ്ങൾ രാവിലെ എണിച്ചിട്ട് അമ്മേനെ ഇച്ചിരി വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു. 2 പെൺകുട്ടികളും അതിനെ കാട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നുണ്ട്. പൊന്നിന് ഇപ്പോഴത്തെ സമയത്ത് എല്ലാ സദ്യക്കും അവളോട് ഉണ്ടാക്കി അവൾക്ക് വയ്യാണ്ടാവും. ആദ്യം ഞാൻ ഭക്ഷണം ഏൽപ്പിച്ചപ്പോൾ ഞാൻ വിഷുക്കാട്ട രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ പ്ലാനിങ് തെറ്റിയില്ല. അപ്പോൾ ഞാൻ അരി കുറച്ച് അടുപ്പത്തിട്ട് എന്താ വെച്ചാൽ പൊന്നിൻ്റെ കാലം ചെറിയ കാലം. അപ്പോൾ അതിലെല്ലാവർക്കും ചോറ് തികയില്ല. ഞങ്ങൾക്ക് അത്ര മതി. പക്ഷേ വിഷുവായിട്ട് നമ്മളതിനെ കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വിഷുക്കട്ടയ്ക്കുള്ള അരിയാണ് ഞാൻ അപ്പുറത്ത് ഉരുളിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ, ഉണങ്ങലരി. അങ്ങനെ അതും കഴിഞ്ഞു. ഞങ്ങളത് അടുത്ത ഓരോ പണികളായിട്ട് നോക്കട്ടെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ ഓരോ പണികളായിട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എൻ്റെ സാമ്പാർ ഉണ്ടാക്കിയത്, അവിയലുണ്ടാക്കിയത്, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി, പിന്നെന്താ മസാലക്കറി ഉണ്ടാക്കി. അങ്ങനെ ഒരു 5-6 തരം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോഴുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇളക്കായിട്ട് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ വിഷുക്കട്ട അടിപിടിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടാണ് വിഷുക്കട്ട ഉണ്ടാക്കാൻ. അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട സെറ്റാണ് കേട്ടോ. പലരും പല രീതിയിലാണ് വയ്ക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞ ഒന്ന് വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ നാളികേരപ്പാലോട് ഉണ്ടാക്കുക. പക്ഷേ ഞാൻ നാളികേരപ്പാലല്ല ഇടുക, ഞാൻ നാളികേരം ചെരുകിയിട്ടിടുക. പിന്നെ
നാളികേരത്തിൻ്റെ കൊത്തുകളിൽ അതിടും. പിന്നെ ജീരകം ചുവന്നുള്ളി ചതച്ചിട്ട് ഒരു നല്ല തുണിയിൽ കിഴി കെട്ടിയിട്ട് ഈ അരി വേവണരിക്കിടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ആ ഒരു വിഷുക്കട്ടോടാണ് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കഴിച്ചു തന്നാൽ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയുടെ രീതികളോട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നല്ല കട്ടി പാല് കുറച്ച് ഇലയിൽ തെളിക്കും ജീരകം ഇട്ടിട്ട്, നല്ല ജീരകം ഇട്ടിട്ട് അത് കുറച്ച് ഈ കട്ട പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലും ഒന്ന് തെളിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട സെറ്റാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷുക്കട്ട തരണമെങ്കിൽ ഒരു കറിയുടെ ആവശ്യമോ ഒരു ശർക്കര പാനി ഒന്നും വേണ്ട കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്നാലും നമ്മൾ ഓരോ രീതികളുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ കഴിക്കുക മാങ്ങച്ചാറും മസാലക്കറി ഉണ്ടാവും, അതും പപ്പടം കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ശർക്കര നീര് കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ ഒരു പീസ് ബാക്കി വന്ന് ശർക്കര നീരിട്ട് കഴിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ പിന്നിൽ ഓരോരുത്തരും കുളിക്കാൻ വേണ്ടി എണ്ണ വെച്ചിങ്ങനെ കുണുക്കന് കുടുക്കി അവർ എൻ്റെ ലൈഫിലല്ല ആദ്യത്തെ കൊല്ലം വിഷുവാണ് കേട്ടോ. ആരും ഇല്ലാണ്ട് ഞാനും രണ്ടും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുണുക്കന് കുടുക്കി പൊന്നിനോടെ അത് വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ എൻ്റെ കുളിക്കാൻ പോകണേക്കാൾ മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞു, പൊന്നോ നിനക്ക് വയ്യാത്തോടത്ത് നീ കുളിപ്പിക്കേണ്ട 3 എണ്ണത്തിന് ഇങ്ങനെ വിട്ടോ, അച്ഛൻ കുളിക്കാൻ പോകുന്നുണ്ട്, അച്ഛൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നേട്ട് കുളിക്കാൻ പോകണ നേരാപ്പിക്കും അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട് എടുത്തിട്ട് 3 എണ്ണത്തിന്. അങ്ങനെ ഞാൻ 2-3 പീസ് കൂടി വേണമെന്ന് പൊണ്ണുകൾക്ക് 2-3 പീസ് കൂടി ശർക്കര നീരിൻ്റെ മുക്കി കൊടുത്തു കേട്ടോ. കാർത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വിഷു. അവൾക്ക് വന്നിട്ട് ഇങ്ങനെ നാടൻ ഫുഡിനോട് ഇഷ്ടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവസാനം ഇലക്ക് വടിച്ച് നക്കിട്ടിട്ട് നോക്കി എന്നുവെച്ചാൽ ആ നാളികേരപ്പാലിൻ്റെയും ആ ഒരു ഇപ്പോൾ വിഷു എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വിഷു ഇല്ലെങ്കിലും നമ്മൾ വിഷുക്കണി കാര്യങ്ങൾ വയ്ക്കുക പ്രത്യേകിച്ച് കാരണമൊന്നും ചെയ്തിട്ടില്ല, കോടി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ണുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവർ കുട്ടികളില്ല, അവർക്ക് ഓരോ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. ഇനി കുഞ്ഞിനും മേടിച്ച് കൊടുക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് മേടിച്ച് കൊടുക്കുക. പറ്റാത്ത സമയത്ത് പിന്നെ നമുക്ക് നിവൃത്തില്ല. അപ്പോൾ ഓരോ ഡ്രസ്സ് മേടിച്ച് കൊടുക്കണമെന്ന് വെച്ചിട്ട് കുഞ്ഞ് വന്നിട്ട് പോയിട്ട് വേണം മേടിക്കണമെങ്കിൽ. പിന്നെ അച്ഛനും നമ്മൾ മേടിച്ച അച്ഛന് ഇഷ്ടങ്ങൾ അറിയില്ല. ഷെബിക്ക് പിന്നെ നമ്മൾ മേടിക്കും. അതിപ്പോൾ പൊന്നില്ലെങ്കിലും ഷെബി ഇല്ലെങ്കിലും അവരുടെ സൈസിന് ഞങ്ങൾ വായിക്കുന്നില്ല. ഷെബിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിടില്ല ഇതില്ല അങ്ങനെയില്ല. അവൻ ഇടുന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് അറിയണാലും അവനെടുത്തു. അപ്പോൾ ഇന്നലെ ഷെബി പൊന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ സെലക്ട് ചെയ്യാനൊന്നും വരില്ല. ഞാനും പൊന്നു നോക്കിയിട്ടൊരു കളർ നോക്കിയിട്ട് ഞാനും പൊന്നെടുത്തു. അതന്നെ. അപ്പോൾ പ്രാവശ്യം പ്രത്യേകിച്ച് വിഷു ആഘോഷങ്ങൾ കാര്യങ്ങളെന്ന് പറയാൻ പൊന്നു പറഞ്ഞു പ്രാവശ്യം ഇവിടെ വിഷുരാധാനം അവിടെ വരാം, അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ മാറും. അപ്പോൾ അവൾ ഭക്ഷണം ഏൽപ്പിക്കാന്നു. അവള് ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ചകിരി വേണ്ട, ഞാൻ കുളിച്ച് കളിക്കണേട്ടാ. കുളിച്ചോ? അപ്പോൾ 3 അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിരക്കാതെ കുറച്ചുണ്ട്. അതാ പറഞ്ഞു വരുന്നത്. വിഷയമായിട്ട് പോരടിപ്പിക്കലായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ആരോടും പറയല്ലേ, നിങ്ങളോടല്ലേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ വിശേഷം നിങ്ങളോട് ഇന്ന് പറയണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ പൊന്നു പറഞ്ഞു. അപ്പോൾ ഇന്നലെ വേറെ എൻ്റെ വിചാരം പൊന്നു ഭക്ഷണം ഏൽപ്പിച്ചു വെച്ചിട്ട് ഞാനും ഇരിക്കണം. അപ്പം ഇന്നലെ കുഞ്ഞു പറഞ്ഞു ഞാൻ 2 ഊണ് ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പൊന്നേച്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നിന് വയ്യല്ലോ, ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അറിയാമല്ലോ. പിന്നെ പൊന്നുവിൻ്റെ വീട്ടിലാകെ 2 അടുപ്പം എല്ലാവർക്കും ഇത്രയും പേർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ തന്നെ എളുപ്പമല്ല. പിന്നെ അവളുടെ ഒരാൾ സഹായം ഇല്ലാണ്ട് എളുപ്പമല്ല. അപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടാവുന്ന ചോദിച്ചു. ഇന്നലെ പൊന്നുവിന് ചെക്കപ്പിന് സൈമറിൽ പോകേണ്ട ദിവസമായിരുന്നു. സൈമറിൽ പോയി, പോകേണ്ട ദിവസമല്ല, ഇന്നലെ ചെക്കപ്പിന് പോയി. ആദ്യ ചെക്കപ്പ് നമ്മുടെ പൊന്നുവിൻ്റെ. അപ്പോൾ അത് സൈമറിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഡെലിവറി. അവളുടെ സൈമർ ഹോസ്പിറ്റലാണ് കേട്ടോ. കണിമംഗലത്തല്ല, സൈമർ ഹോസ്പിറ്റലാണ്. ഡോക്ടർ അതുല്യ തോന്നുന്നു പേര്. നല്ല ഡോക്ടറാണ്. നല്ല കൂളാണ്. നല്ല നമുക്ക് സംസാരിക്കാനും നമുക്ക് എന്തും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്നാലും നമുക്ക് ഇവിടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡോക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ നമ്മളവിടെ ചെന്ന ശേഷം നമുക്കൊരു കുട്ടി സഹായത്തിന് ഒരു എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാൻ കുട്ടീനെ, അതും നല്ലൊരു ഗോളാണ്. പേര് മറന്നു ഞാൻ. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഞാനൊരു കഴിക്കുമ്പോൾ ഞാൻ പൊന്നിനോടേക്ക് പോയി നടക്കില്ല ഫുഡ് കഴിക്കും. അയ്യോ അമ്മ പറയാൻ പറഞ്ഞു, സദ്യ ഒന്നും എവിടെ സെറ്റായാലും നമുക്ക് പോകുമ്പോൾ എത്ര മണിക്കാന്ന് പറയുക, രാത്രി 7 മണിക്കാണ് ഈ മോതിരം പറഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ പച്ചക്കറിക്ക് മേടിച്ചിട്ട് പോകാട്ടോ. അപ്പം മോളോട് ഉണ്ടാക്കാൻ കൂട്ടിയിട്ട് അത് ഞാൻ സത്യം ഞാൻ ഉണ്ടാക്കും.
അങ്ങനെ പൊന്നു അപ്പുറത്തെ സാഹചര്യം പൊന്നിന് അറിയില്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വിഷുക്കണ്ണി ഒരുക്കണം എല്ലാം കൂടി. നീ ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാം കൂടി ആകുമ്പോൾ നടക്കും. അച്ഛനും എണ്ണു ഞാൻ പൊന്നു കൂടി ആകുമ്പോൾ നടക്കും. പൊന്നു ഒറ്റയ്ക്കാകുമ്പോൾ പൊന്നിന് നടത്താൻ എളുപ്പമല്ലാന്ന്. കുഴപ്പമില്ല അമ്മ, ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ, നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് കറികളുടെ ലിസ്റ്റ് ഇടാം, അതിൽ എളുപ്പമുള്ള കറി നീ ഉണ്ടാക്കിക്കോളും. അങ്ങനെ ബീട്രൂട്ട് പച്ചടി, കയ്പ്പയ്ക്ക പച്ചടി, പിന്നെ അവളുടെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടം കൂട്ടുകാർ അത് ഇവിടെ സദ്യ ഉണ്ടെങ്കിൽ എന്നോട് പറയാം അത് വേണ്ടിട്ടാന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കാം. എൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ കൂട്ടുകറി ഉണ്ടാക്കി, കാബേജ് ഉപ്പേരി ഉണ്ടാക്കി, അത്ര തന്നെ ഓല ഉണ്ടാക്കി, പിന്നെ പാലട പായസം, ചോറ് വയ്ക്കാൻ തുടങ്ങി. ഇവിടെ ഞാൻ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു. അച്ചാറും പുളിഞ്ചൊക്കെ നമ്മളിലുള്ളതാണ്, അതുണ്ട്. പിന്നെ അച്ചാർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ വെച്ചു, അവിയൽ വെച്ചു, മസാല കറി വെച്ചു, കാള വെച്ചു, മാമ്പഴ പുളിശ്ശേരി വെച്ചു, പൈനാപ്പിൾ പച്ചടി വെച്ചു, അങ്ങനെയുള്ള കറിയൊക്കെ ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 10-13 തരം കറി ആയി തോന്നുന്നു. 2 തരം അച്ചാർ പുളിഞ്ച്, അങ്ങനെ 10-13 തരം കറി. പിന്നെ ഞാൻ പരിപ്പ് പ്രഥമൻ വെച്ചു. പിന്നെ കുറേ ഇതിലായി ഞാൻ കാണുന്നു ഇളനീർ പായസം, ഇളനീരിൻ്റെ പായസം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, അവിടെ 3 എണ്ണത്തിന് കുളിപ്പിക്കുക. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ പകുതിക്ക് പോയതാട്ടോ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും പോവുകയാണ് പൊന്നിൻ്റെ ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് സാമ്പാർ, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, മസാലക്കറി, കാളൻ, പൈനാപ്പിൾ പച്ചടി, പരിപ്പ് പ്രഥമൻ കേട്ടോ, അച്ചാർ 2 തരം. ഇനി പായസം, ചോറും ഉണ്ട് അല്ലേ? ചോറ് കല വയ്ക്കുക, എല്ലാം പാത്രം അവസരം അവിടെ വിട്. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ ചോറ് കല ചെറുതാണ്. അപ്പം എല്ലാവർക്കും കൂടി നമ്മൾ ഇല്ലെങ്കിൽ വെച്ചിട്ടാണ്. അപ്പം കരിക്കിൻ്റെ പായസം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. എന്താ അതിൻ്റെ ഉള്ളില്? കള്ളം കള്ളം കള്ളം. എന്താ കള്ള? എന്താ കള്ള? കൈതീട്ട് കൊടുക്കെടുക്കും. കാണണ്ട, കണ്ടു പോട്ടിപ്പിക്കുന്ന ശബ്ദം കേട്ട പിടിക്കൂട്ടോ. ഇതാരുടെ കുടിക്കുക? ഉണക്കിയുടെ കുടിക്കുന്നുണ്ട്. കിട്ടിയ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ അതവർക്കറിയാട്ടോ 500 ഉണ്ടെന്ന് പറഞ്ഞു. മതി മതി ശബ്ദം ഉണ്ടാക്കി പിടിക്കും. അതേ 2,500 ശേഷം പുറത്തോട്ടാ ഇതേ. അത് അവർക്ക് കൈ നീട്ട കൊടുക്കാനല്ല പറഞ്ഞേ, അവരത് കട്ടെടുക്കണ കാശ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഉള്ളത് അങ്ങനൊന്നുമില്ല. ഉള്ളത് നമ്മുടെ ഉള്ളത് അനുസരിച്ച് എങ്ങനെയാണ്. കുഞ്ഞിനെ വെച്ച് വരണ്ടേ അപ്പഴേക്കല്ലേ? 3-5 ഞാൻ റിജോ ഇല്ലേ? ഓടിക്കോ ഓടിക്കോ കാറ്റ് മനസ്സിലായിട്ട് ഓടി. അതാ ഇരുപത് സാധന എന്താ ശുചിരി കാറ്റിന്റെ വിഷുക്കോടിയത് അല്ലെന്നാ. ഇവിടെ പാരോടിച്ചെന്ന് അമ്മാമ്മ. അങ്ങനെയായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിട്ട് അടിച്ചടിച്ചു. ഞാൻ ഈ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ പാക്ക് ചെയ്യാൻ അത്യാവശ്യം പണി. നമ്മൾ വീട്ടിലുണ്ടാകണമല്ലോ. അപ്പം എല്ലാം അത് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ അനിയേട്ടൻ കാർ എടുക്കാൻ പോയിട്ട് കാറ് ഞാനൊന്ന് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു. അനിയേട്ടൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 കുട്ടി പട്ടാളങ്ങളുടെ കുളിയും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുളിക്കുമ്പോഴേ നല്ല ഡ്രസ്സ് ഇരിക്കുന്നത് പൊന്നിനോടെ കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ അവിടെ ഇടാമെന്ന് ചോദിച്ചു. പൊന്നു ഇന്നലെ എടുത്ത ഡ്രസ്സ് അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ.
അങ്ങനെ ഞങ്ങളത് ഈ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഡിക്കിരി കയറ്റുന്ന പരിപാടിയാണ് കേട്ടോ. ഇത് നല്ലൊരു ചടങ്ങാണ്. ഇനി ഇവിടെ കയറ്റാൻ അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ഇനി പൊന്നിൻ്റെ വീട്ടിലേക്ക് മുകളിലേക്ക് കയറ്റണം, അതാണ് പണി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വീശില്ലാത്താൽ നമ്മുടെ വീട്ടിലായിട്ട് ഊണ് കഴിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊന്നിനോടേക്ക് പോകണം. പൊന്നു പറഞ്ഞു അമ്മ ഞങ്ങളില്ലാന്ന് പറഞ്ഞതാണ്. അപ്പോൾ പൊന്നൊന്നും ഇല്ല അമ്മ, വിഷുവായിട്ട് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട വായി ഞാൻ ഉന്നോട് കൊണ്ടൊക്കെ അമ്മ അച്ഛനില്ല. നമ്മൾ ഇനി ഇതിന് പല നെഗറ്റീവായിട്ട് വരുന്നവരും. അപ്പോൾ ഈ കൊല്ലം വിഷു അതിനേട്ടനെ എനിക്കില്ലാത്തവരും ഞങ്ങൾ രണ്ടാലും വരെ കൂടെ ഇരിക്കുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കുക വെച്ചു. വിഷു ഉള്ളവരൊക്കെ ഇരുന്ന് അല്ല ഇവര് ഇനി അടുത്ത കൊല്ലം ഞങ്ങളുടെ കൂടെ 2 പേര് കൂടും. അതിൽ 2 പേര് കൂടണമെങ്കിൽ നിങ്ങളും കൂടി സഹകരിക്കണം. റിജോയ്ക്ക് ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല, റിജോയ്ക്ക് ഒരു പെണ്ണ് വേണം. അങ്ങനെയാണ് അടുത്ത വിഷുവിന് റിജോ പെണ്ണ് നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മളോട് ഊണയ്ക്കാൻ പൊന്നുവിൻ്റെ പുതിയ ഉണ്ണിഭാവി ഉണ്ടാവും. ഊണ് കഴിക്കില്ല, അവൻ നോക്കിയിരിക്കും. അവൻ നോക്കിയിരിക്കും, നമ്മൾ തിന്നും. റിജ വല്ല ഡിമാൻഡ് ഉണ്ടോ പെണ്ണിന് എന്തെങ്കിലും നിൽക്കി കൊടുക്കാൻ? റിജ ഡിമാൻഡ് എന്തെങ്കിലും പറ, ഡിമാൻഡ് പറ. ഒരു പെണ്ണിന് അല്ല പറഞ്ഞോ. റിജോയ്ക്ക് ഒരു ജയറാം ആ പാട്ട് വെക്കേണ്ടി വരും, കോപ്പിറൈറ്റ് വരും. മുടി കുഴപ്പമില്ല, ആക്സൈഡ് പോവാം നമുക്ക്. ആക്സൈഡിക്ക് നമുക്ക് പോവാം, മുടി വെക്കാം. അപ്പൊ മുടി കിട്ടോ. ഇനി അടുത്തത് പെണ്ണിന്. അല്ല ഇത് കാര്യമായിട്ട് തമാശക്കല്ല. റിജോയ്ക്ക് നമ്മളൊരു പെണ്ണ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. നിന്നെ കൊടുക്കുക മോനൊരു പെണ്ണ് പ്രമോഷൻ അല്ല വേണ്ട. നിനക്ക് കല്യാണം കഴിക്കണ്ട. അടുത്തരം പെണ്ണു കൂടിയുടെ കൂടെ ഇന്ന് ചോറുണ്ടേ. ആ പറ. ഒറ്റടിക്ക് അത് പറയാം, പറഞ്ഞോ. ഈ കൂട്ടത്തിന് കൂടാൻ പറ്റുന്ന ഒരാളാണ് ആദ്യം. അന്നേരം അടുത്തൊരു വിഷു നമ്മൾ കൂടി ചോറുള്ളൂ. കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഒന്നാമത്തെ ഡിമാൻഡ് ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളൊരു ഫാമിലിയാണ്. ആ കൂട്ടത്തിലൊരു അംഗമാവണം അല്ലേ. ഇനി അടുത്തത് പറയേ. കൊറേ കാര്യം വെക്കണ്ട, കുറച്ച് പറയും. അവൻ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അവന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റിയ ഒരാളും കൂടെ ആവണം. ഞാൻ അടുത്തത് സ്ഥിരം മോഡല്. അവന്റെ മോഡലിന്റെ അംബാസഡർ ആവണം. ഓക്കെ ഞാൻ അടുത്തത്. ഇനി അടുത്തത് പല നെഗറ്റീവായിട്ട് വരുന്നവരുണ്ടാവും. അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യാം. അപ്പോൾ പൊന്നൂര് വിശേഷം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവൾ സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അതൊരു വിഷമം. അപ്പോൾ അവളുടെ കൂടെ അത് ഉണ്ടാക്കുക. എൻ്റെ മക്കൾ നമ്മൾ ഇപ്പോൾ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ പോയതിൻ്റെ വിഷമില്ലായ്മല്ല. നമുക്കതൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും നമുക്ക് കുറച്ച് നോക്കണം. അപ്പോൾ അവർ ഇന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ വിഷുവില്ലാത്താലും ഞങ്ങൾ രണ്ടാളും പിന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ഇരുന്ന് ഫുഡ് കഴിച്ച് പോകണം. അങ്ങനെ എനിക്ക് എല്ലാ കോലം ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ കയ്യിൽ ഒരു പിടി ഉരുള ഒഴിച്ച് കൊടുക്കുന്നത്. അന്വേഷണമായാലും ഞാനൊരു പിടി ചോറ് ഞാൻ വയറിച്ചോറ് വിശേഷ ദിവസങ്ങൾ. അപ്പോൾ കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ചു വെച്ചു തന്നു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ പപ്പടം കുഴിച്ചിട്ട്. അപ്പോൾ പപ്പടം പൊട്ടിച്ചപ്പോൾ എന്ന് വെച്ചാൽ പായസത്തിന് വേണ്ടി മാറ്റി വെച്ച പപ്പടമാണ്. അപ്പം ഞാനിവിടെ കുരങ്ങിയ പപ്പടം ഇഷ്ടംപോലെ ഉണ്ട്, തരാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കുളിക്കുമ്പോൾക്ക് ഒരു ഉരുള ചോറ് കൊടുക്കണു. അങ്ങനെ നമ്മുടെ കാർത്തുമ്പേരടുത്തേക്ക് എത്താനായിട്ട് നമ്മുടെ നമ്മുടെ രാജകുമാരി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് കാത്തുമേലെ വന്നിട്ട് ചോറിട്ട് കൊടുത്തോട്ടെ. നമ്മുടെ മക്കളും പേരക്കുട്ടിയോടും എല്ലാവരും മരുമക്കളൊക്കെ ഇന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ അവർക്ക് വിളമ്പ് കൊടുത്ത് അവരുടെ കൂടെ ഇന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. ദൈവം എന്നെ പരീക്ഷിച്ചാലും എനിക്ക് ഈ ഒരു ഭാഗ്യം ദൈവം തന്നു കേട്ടോ. എൻ്റെ കഴിഞ്ഞ വിഷുവിന് അവളില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് ഉണ്ടായത്. ഈ കൊല്ലം ഞങ്ങളുടെ കുഞ്ഞിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായി. വിഷുവിൻ്റെ അന്ന് രാത്രി ആയാലും അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ രാവും പകലും അവൾ വിളിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം ചെയ്യുന്നു കേട്ടോ. അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് പിന്നെ മുല്ലപ്പ് വെച്ച് നോക്കണ്ടേ. ഞാൻ കോടി ഒന്നല്ലാട്ടെ പഴയതിൻ്റെ ഒരു സെറ്റ് കൂടെ എടുത്ത് കൊടുത്തു എന്നുള്ളോട്ടെ വിഷു കഴിക്കാനും. പിന്നെ മുല്ലപ്പ് പൊന്ന് വയ്ക്കുമ്പോൾ ഒരു തരി വന്ന് ഞാൻ അറിഞ്ഞ പോലും ഞാൻ അടക്കം പപ്പട വെച്ചപ്പോൾ മൂപ്പര് തലയിൽ വെച്ചിട്ട് ഒരു പോക്ക് പോയിട്ടാണ്.
പൊന്നാണ് വെച്ച് ഞാൻ വേണ്ടതുണ്ടായിരുന്നു പറഞ്ഞ അമ്മ അതൊരു പൂ വെച്ചോണ്ട് ഒന്നും ഉണ്ടാകാൻ പോകില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഇതൊരു വിഷു കഴിഞ്ഞിട്ടും അതെനിക്ക് നിർബന്ധം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ തുരുന്നാണ് കാരണം പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് രാശിൻ്റെ ഒരു രാശിയുണ്ട് അത് ഭയങ്കര കേട്ടോ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു എനിക്കൊരു പേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് സാധനം വയ്ക്കുന്ന ഇപ്പോൾ ഒരു പേഴ്സ്. ആ പേഴ്സ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പേഴ്സിൽ വെച്ചത് 10,000 ഒരു കെട്ടാട്ടോ. അന്നത്തെ കാലത്ത് 1998 10,000 ഒരു കെട്ടാണ് കേട്ടോ. ഉണ്ണിക്ക് എന്താവശ്യം വെച്ചാൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ജീവിച്ചാൽ ഞങ്ങളാണിപ്പോൾ ഇങ്ങനെയായത്. അങ്ങനെ ഇവിടെ കൊടുക്കുമ്പോൾ കാശ് കിട്ടിയ കൊടുക്കലുണ്ട് സന്തോഷമാണ്. മൂപ്പൻ്റെ ഒരു ചാട്ടം എല്ലാവരും ഭയങ്കര ചിരിച്ചിട്ട് മൂപ്പൻ്റെ ഒരു ചാട്ടം. അങ്ങനെ നമ്മളിത് ഓരോരുത്തർക്കായിട്ട് വിഷയം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ അച്ഛന് കൊടുക്കും കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവർക്ക് വിഷയം കഴിഞ്ഞിട്ട് കൊടുത്തോളൂ എന്ന്. അങ്ങനെ വീഡിയോ ഒന്ന് കറക്റ്റ് ഇടാൻ പറ്റിയിട്ട് വേറെ ഒന്നും ഈ വിഷു ആഘോഷം ഇങ്ങനെ അവസാനിച്ചത് എൻ്റെ തല്ലൂട്ടത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടാലും ഭയങ്കരമായിട്ട് പിണങ്ങി. തല്ലുണ്ടാക്കുക കഴിഞ്ഞാൽ 2 വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിണങ്ങി. 2 വാക്ക് പറഞ്ഞപ്പോൾ എനിക്കത് വിഷമമായി. അതിന് ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മിണ്ടിയില്ല. 2 ദിവസമായി ഇങ്ങനെ പിണക്കം നീണ്ടു പോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയില്ല, ഒരു കുഴപ്പമില്ലാതെ ഒരു ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ അല്ലേ സന്തോഷത്തിൻ്റെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കണ്ണടനും കാര്യങ്ങളൊക്കെയാണ്. റിജോട് എന്തോ പറയണതായിരുന്നു അടുത്തവരും നിൻ്റെ കല്യാണമൊക്കെ കഴിയട്ടെ എന്ന് പറയണം കേട്ടോ. അത് അവരൊരു പെണ്ണ് കിട്ടാത്തതിൻ്റെ വിഷമമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ കാര്യമായിട്ടാണ് പറയണത്. അപ്പോൾ ആഗ്രഹമുള്ളവർ ഇൻസ്റ്റയിലൊന്നും പറയില്ല കേട്ടോ. പൊറോട്ട കുറച്ച് മാവ് കഴിക്കാൻ പറയുന്നില്ലേ? കുറച്ച് മാവ് കഴിക്കാൻ പറയുന്നില്ലേ? ആ ഡിമാൻഡ് പറഞ്ഞു നോക്കാം. നല്ല കുട്ടി ഭംഗി മാത്രം മതിയാ. അതില്ല, ഞങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെല്ലാ സാഹചര്യം കണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കണം. വേറെ ആരുമില്ല, ഒറ്റ മോനാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അല്ല അത് ഭയങ്കര ഹൈലൈറ്റ് ഇല്ല. വേറെ ആരുമില്ല, ഒറ്റ മോൻ അച്ഛനും അമ്മയും വീട്ടിൽ വേറെ ആരുമില്ല. സ്വന്തം വീട്, സ്വന്തം ജോലി, എല്ലാം സ്വന്തം. കുറെ ശിഷ്യന്മാരുണ്ട്. ഒരു ശിഷ്യ വിളിച്ചോണ്ടിരിക്കും, ബിസിയാണ്. കുണിക്ക് കൂടുമ്പോ എല്ലാം വയ്ക്കുന്നുണ്ട് കേട്ടോ. ചോദിക്കും 10 രൂപ ചേഞ്ച് ഉണ്ടോന്ന്. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് കൊടുക്കരുത്. അത് അതേ പേഴ്സിൽ വേണം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ രാശി ഉണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാത്രമേ രാശി കയറുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നവർക്കൊക്കെ രാശി ഉണ്ട്. സത്യ 2 രാശി ഇട്ടിട്ടുണ്ട്. അയ്യോ വെയിലെന്ന് പറയട്ടെ കേട്ടാ. കൃഷിക്കണി നമ്മുടെ പൊന്നിന്റെ വീട്ടിലല്ലേ, നല്ല രസമുണ്ട്. കാരണം നമുക്ക് അടുത്തല്ല, നമുക്ക് എല്ലാ കാര്യം പ്രഷറിലൊക്കെ തീർത്ത് ഇതുപോലെ കണ്ണെനിക്ക് മേടിച്ചു തരുമോ അല്ലേ? നല്ല കണ്ണ്, നല്ല ഭംഗി കാണും. എങ്ങനെ മാമിനെ വിളിക്ക കാട്ടെ? എങ്ങനെ ഗണപതിനെ എങ്ങനെ ഗണപതിയുടെ അടുത്ത് പിന്നെ ഇങ്ങനെ കൈ ഇതാക്കണ്ടേ? കൈ ഇങ്ങനെ ആക്കണ്ടേ? ആ പിന്നെ എങ്ങനെ ഒന്നുകൂടെ കാണിച്ചല്ലോ ഗണപതിയുടെ അടുത്ത് വേണ്ടത്. 2 കാലിങ്ങനെ വെക്കണം, കാലിങ്ങനെ വെക്കണം. ഡേ ഗണപതിക്ക് നോക്ക് ഉണക്കി ഉടുപ്പ് പുതിയ ഉടുപ്പിട്ട് പഴയെടുത്തിട്ട് നല്ല ഭംഗിൻ്റെ ഉടുപ്പ് നമുക്ക് പുറത്തേക്ക് പോകുമ്പോടാ. നല്ല ഭംഗിയില്ല ഉണക്കി ഉടുപ്പ്. നമ്മൾ അന്ന് കണ്ടേച്ചതായിരുന്നു. ഇന്നലെ എപ്പോഴും ഞങ്ങളന്ന് എടുക്കാണ്ട് നോക്കിയതാ, ഇതില്ല സൈസില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിട്ട് എല്ലാവർക്കും. രാത്രി 11-12 ഇന്നലെ വന്ന് കിടന്നുറങ്ങുമ്പോൾ പിന്നെ നേരത്തെ പണികളും കാര്യങ്ങളും വയ്യാട്ടാ.
അങ്ങനെ ഞാൻ പൊന്നു വന്ന് നമുക്ക് ആ ഫുഡൊക്കെ ഫ്രിഡ്ജിലേക്ക് നേരെ ഇപ്പോൾ കിടന്ന് ഞാൻ ചുരിദാർ കൊടുത്തിട്ടുണ്ട്, നേരെ ഇതൊക്കെ ഊരിയിട്ടിട്ട് ഞങ്ങൾ പൊന്നിൻ്റെ റൂമിൽ അയച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ കിടന്ന് സുഖമായിട്ട് കുറേ നേരം ഉറങ്ങി വെച്ചപ്പോൾ കുഞ്ഞ് ഷെബി അച്ചോറിന് നമുക്ക് ഉണ്ണോളെ കൊണ്ട് ഷോപ്പ് സിറ്റി പോകാം, അമ്മ ഉണ്ണോളെ കൊണ്ട് വിഷുവിനെ ഇങ്ങോട്ട് പോയില്ല. അപ്പോൾ കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നിങ്ങൾ ഷോപ്പ് സിറ്റി പോയി ഞങ്ങൾ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ എത്തുമ്പോൾ 9 അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കേട്ടോ. അപ്പോൾ ഷെബിയുടെയും പൊന്നിൻ്റെയും കൂടി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കാർത്തുമേനെ കാണാത്തതിന് ആരും വിഷമിച്ചിരിക്കുന്നത് ആശാദ് അഭിഷിക്കണി വെച്ചതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കിട്ട പണിയായിട്ട് കണ്ട. മൂപ്പരെ വിളിച്ചാൽ മൂപ്പര് വരില്ല, അപ്പം മൂപ്പര് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. നമ്മൾ വാശി പിടിച്ചിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവർ ഹാപ്പിയായിട്ട് ഉമ്മയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ ഹാപ്പിയായിട്ട് ഇരിക്കുന്നു. കാത്തുമ്പോൾ അവിടെ വിഷുക്കടീൻ്റെ കയ്യിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എന്നെ കുണുക്കനും കുടിക്കും കാർത്തുകൂടി വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ കുടിച്ച് ഡ്രസ്സ് മാറി അപ്പോഴേക്ക് പൊന്നു ഷെബി വന്നു. അപ്പോഴേക്ക് റിജോന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അപ്പോൾ റിജോ ഒരു 7 മണിയാകുമ്പോഴേക്ക് വരായിരുന്നു. റിജോ ജോലി കഴിഞ്ഞിട്ടാണ് റിജോ ജോലി കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ശോഭ സിറ്റി വന്നിറങ്ങിയ ശനിയുടെ എനിക്ക് തല വെച്ചിട്ട് ചായ വേണമെന്ന്. അങ്ങനെ അനുവാനും ഷെബി ഓരോ ചായ കുടിച്ച് ഞങ്ങളാരും ചായ കുടിച്ചില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവരും ചായ കുടിക്കണം നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോടും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അല്ല നമ്മൾ ഈ വിഷുവിൻ്റെ അന്ന് പുറത്തിറങ്ങി വേറൊന്നുമില്ല, ഉണ്ണികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഒരു അമ്മാവൻ്റെ വീട്ടിൽ പോകാമെന്ന് പറയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഭയങ്കര ഒരു ഫീലിങ്സ്, അനുവേണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ടില്ല, വിഷു കഴിഞ്ഞിട്ട് കിട്ടാത്തതിൻ്റെ അല്ല കേട്ടോ. ആ ഒരു വിഷുവിൻ്റെ അന്ന് അമ്മയുടെ അടുത്ത് പോവുക, അമ്മയുടെ വിഷു കഴിഞ്ഞിട്ട് കിട്ടുക, അമ്മേനെ കാണും, അതൊരു ഫീലില്ല, അതൊന്നും ഇല്ലാണ്ടായി. അപ്പം അനുവിന് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ അനുവിന് ആരും ഇല്ലാണ്ട്. എന്ന് വെച്ചാൽ വയസ്സിന് മൂത്തവരല്ല കൊടുക്കുക, താഴെയുള്ളവർ പൊന്നും ഷെബി അച്ഛന് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ കാശ് എടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടോണ്ടി, അച്ഛനേക്കാൾ മൂത്തവരില്ല, അച്ഛന് കൊടുക്കുക വേണ്ട പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൊന്നും ഇവിടെ അതിഥികളെത്തിയിട്ടുണ്ട്, നമ്മുടെ അച്ഛനും കുഞ്ഞിനും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരും കൂടിയിട്ട് വന്ന് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും. അപ്പോൾ ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ചു. അവിടെ മിഠായി വേണമെന്നുണ്ട്, മിഠായി മേടിച്ചിട്ട് ഇവർക്ക് ജെല്ലി മിഠായി അതിനായിട്ട് പണ്ട് ഗൾഫ് തൊട്ട് ജെല്ലി ഇങ്ങനെ ഒരു പാവക്കുട്ടിയുടെ രൂപത്തിൽ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അത് മേടിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഡയറ്റ് കാരണം ഞാൻ കഴിച്ചില്ല, എനിക്ക് ഇഷ്ടമുള്ള മിഠായി അത്. അങ്ങനെ ഞാനത് എൻ്റെ 4 മക്കളും കൂടെ ഒരുമിച്ചൊന്ന് കാണട്ടെന്ന് വായു പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇതാക്കണ്ട, എന്താ വെച്ചാൽ എല്ലാവർക്കുള്ള സംശയം ഈ കുടുക്കൽ കുടിക്കാനാണ്. അപ്പോൾ ഈ 2000 ഞാൻ 1998 എൻ്റെ കൂടെ കുടിച്ചത്. പിന്നെ 2002 പൊന്നു, 2005 കുഞ്ഞൻ, പിന്നെ 2018 ഇവിടെ കുടുക്കനാണ് പിന്നെ ഇവിടെ കൂടെ കുടിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ വന്ന ഒരാളാണ് 2020 കുടിക്കുമ്പോൾ വന്നു, 2025 ഷെബി വന്നു, 2025 2022 വന്നു, 23 കാർത്തു വന്നു, 2025 അച്ചു വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി പൂർത്തിച്ചപ്പോൾ ഞങ്ങളുടെ കുണുക്കന് കുണിക്കും ഞങ്ങളുടെ മക്കളാണ് കേട്ടോ. പൊന്നു കുഞ്ഞൻ കുണുക്കൻ കുണിക്കി, ഈ 4 ഞങ്ങളുടെ മക്കളാണ്. ബാക്കി 2 മരുമക്കളാണ്, പിന്നെ ഒരാൾ പേരക്കുട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ റിജോ ഉള്ള കാര്യം വീഡിയോ എടുത്താൽ ഒരാളുണ്ടായിട്ട്, അല്ലെങ്കിൽ കാര്യം വീഡിയോ എടുത്താലും ഫാമിലി വീഡിയോ എടുത്താലൊന്നും ആരും ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ അവിടെ ശോഭ സിറ്റിയിൽ കണിക്കൊന്നുകൊണ്ടുള്ള അലങ്കരിച്ചതൊക്കെ കണ്ടുപിടിച്ച് അവിടെ വിഷുക്കണി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാട്ട് നല്ല പൂവമ്പഴം എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. കുറേ നാളായി പൂവമ്പഴം കഴിച്ചിട്ട്. എനിക്ക് പൂവമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. പഴങ്ങളിൽ ഞാൻ നേന്ത്രപ്പഴം ഒന്നും കഴിക്കില്ല, പൂവമ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പഴം ഒന്നും കഴിക്കത്തില്ല, പക്ഷേ പൂവമ്പഴം ഇഷ്ടമാണ്. അങ്ങനെ കണ്ണിൻ്റെ പൂവമ്പഴം കണ്ട് വെള്ളമിറക്കി എൻ്റെ അവസ്ഥയിൽ കണ്ണിന് കണി വെച്ച അതിനെ കുണുക്കൻ കുഞ്ഞിനും അച്ചു, ആ കുണുക്കൻ കുഞ്ഞിൻ്റെ അച്ഛനും വണ്ടിയിലാണ് പോയിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാർത്തു ഭയങ്കര വാശി. അപ്പോൾ അവരെന്നെ വണ്ടിയിൽ കണ്ടപ്പോൾ കയറ്റി വിട്ടു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് കയറണം, അപ്പോൾ പിന്നെ അവിടെ കൂടി കയറ്റി വിടാൻ